അപ്പോൾ ആ സമയത്ത് യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ ധർമ്മപുത്രരാണ്, ധർമ്മത്തിനെ കുറിച്ചൊക്കെ അറിയാം, എല്ലാം ഉണ്ട്. പക്ഷെ ആ തൽക്കാല സമയത്തേക്ക് അതെല്ലാം മാറിപ്പോയി, ആ അറിവൊക്കെ മറഞ്ഞുപോയി. അപ്പൊ അത് ഭാഗവതം പറയുന്നത് തൽക്കാല സമയത്തേക്ക് ഭഗവാൻ ആ അറിവിനെ മറച്ചു വെച്ചു. മത്തസ്മൃതി ജ്ഞാനം അപോഹനം വെച്ചാൽ നമ്മൾ ഭഗവത്ഗീതയിൽ പറയും, ഓർമ്മയും മറവിയൊക്കെ ഭഗവാൻ തന്നെ. അപ്പൊ അതിനൊരു കാരണം, അതിനൊരു പർപ്പസ് വേണമല്ലോ, ഒരു ഉദ്ദേശം വേണം. അതെന്തിനാന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരനെ ഭീഷ്മരുടെ അടുത്തേക്ക് എത്തിക്കണം. ഭീഷ്മരുടെ അടുത്ത് നിന്ന് കുറെ ഉപദേശം കിട്ടാനുണ്ട്. അപ്പൊ ഉപദേശം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഉപദേശം കൊടുക്കാവൂ, അങ്ങനെയുണ്ട്. അല്ലാത്തവർക്കൊക്കെ ഈ കുടം കമിഴ്ത്തി വെള്ളം ഒഴിക്കണ പോലെ അപ്പൊ പുറത്തേക്ക് പോകും. ഒരു അറിവില്ലായ്മ അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അപ്പോഴേ അറിവിന് വേണ്ടി ഒരു ദാഹം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നാണ്. അപ്പം യുധിഷ്ഠിരൻ കുറെ വിഷമത്തോടു കൂടി പറയാൻ തുടങ്ങി, ഇവരെയൊക്കെ ഞാൻ കൊന്നു, ഇത്രയും ആൾക്കാരെയൊക്കെ ഞാൻ കൊന്നു, അത് കാരണം ദുഃഖങ്ങളുണ്ടായി, പ്രശ്നങ്ങളായി എന്നൊക്കെ പറയാൻ തുടങ്ങി. കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ മനസ്സിന് മുഴുവൻ ദുഃഖഭാവം കയറി വന്നു. എൻ്റെ ഭ്രാതാക്കളെയും പുത്രസമാനന്മാരായിട്ടുള്ളവരും ഗുരുനാഥന്മാരെയും ഇവരൊക്കെ ഞാൻ ഇതാ കൊന്നു, ഇവരുടെയൊക്കെ വധത്തിന് ഞാൻ കാരണഭൂതനായി എന്നാണ് പറയുന്നത്. അത് കാരണം എനിക്ക് അനേക കാലം കഴിഞ്ഞാലും നരകത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. നരകം എന്ന് പറഞ്ഞാൽ ദുഃഖകരമായ മാനസികാവസ്ഥയ്ക്കാണ് നരകം എന്ന് പറയുന്നത്. ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, മനസ്സമാധാനം ഇല്ലാതിരിക്കുക, അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഞാൻ വന്നു വിട്ടുപോയല്ലോ. ഇങ്ങനെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് എൻ്റെതായ കഴിവുകളെ അല്ലെങ്കിൽ നേട്ടങ്ങളെ ഇല്ലാണ്ടാക്കിയെന്നാണ്. ധാരാളം നഷ്ടങ്ങൾ വരുത്തി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ പരിതാപകരമായിട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു ഉള്ളിന്ന് ഇതിനൊരു സമാധാനം വേണമല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പം ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഭീഷ്മർ ഇങ്ങനെ ശരശയ്യയിലിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൽ നിന്ന് പോയി കണ്ടിട്ട് ധർമ്മോപദേശം വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാനും യുധിഷ്ഠിരനും പാണ്ഡവന്മാരും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം കൂടി ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ കാണാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ ഭീഷ്മര് ഇവരൊക്കെ വരുന്നത് കണ്ടു. അപ്പം ഭീഷ്മര് ചോദിക്കുന്നത്, അപ്പൊ ഈ ശരശയ്യയിൽ കിടക്കുന്ന ആൾ ഇങ്ങനെ വിഷമത്തോട് കിടക്കുന്ന ആൾ ഇത്രയും വർത്തമാനം പറയോ? അങ്ങനെ കഥയിൽ ചോദ്യമൊന്നുമില്ല, നമ്മൾ സാഹചര്യമല്ല, സാഹചര്യത്തിനകത്തെ കാര്യങ്ങളെ മനസ്സിലാക്കണ്ടേ. ഭീഷ്മർ ഇച്ഛാമൃത്യുവാണ്. അപ്പൊ അദ്ദേഹം കാലം ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മാത്രമേ ദേഹത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുള്ളൂ, അതുവരെ മരിക്കാതിരിക്കും. നമുക്കൊന്നും അറിയില്ല നമ്മളെ കാലം എപ്പോഴാന്നുള്ളത്, നമ്മൾ അറിയണുണ്ട് പോകുന്ന. പക്ഷെ ഭീഷ്മർ അങ്ങനെയല്ല, മരണത്തിനെ പിടിച്ചു നിർത്തി നിൽക്കുന്ന ആളാണ്. അപ്പം ഇവരെല്ലാവരും കൂടി വരുന്നത് കണ്ടപ്പം യുധിഷ്ഠിരനോടൊരു ചോദ്യം ചോദിച്ചു, ഈ ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ബ്രാഹ്മണരെ കുറിച്ചും ഇതൊക്കെ എല്ലാവരും അനുഗ്രഹം കിട്ടിയ ആൾക്കാരാണ്, എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ദുഃഖം മാറാതിരുന്നത്, ക്ലേശങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു ഭീഷ്മർ പറയണം. എന്നിട്ട് അതിൻ്റെ ഒരു സാരാംശമായിട്ട് പറയണം, ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായിട്ടും എപ്പോഴും ഉണ്ടായിട്ടും പല രൂപത്തിലും പല വിധത്തിലും സഹായിക്കാനുണ്ടായിട്ടും കൂടെയുള്ളത് ശ്രീകൃഷ്ണനാണ് എന്ന് അറിയാതെ പോയി. അതാണ് പ്രശ്നം. ഭഗവാന്റെ മഹാത്മ്യം അറിയാതെ പോയി. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആനന്ദ സ്വരൂപമാണ്. അപ്പൊ ആനന്ദ സ്വരൂപം എപ്പോഴും കൂടെയുണ്ട്. പക്ഷെ ഈ യുദ്ധത്തിൽ, നമ്മളൊക്കെ ജീവിത യുദ്ധത്തിലാണ്, ഈ യുദ്ധത്തിൽ വ്യാപൃതരായിട്ടിരിക്കുമ്പോൾ ഈ ഭഗവത് ശക്തിയെ തന്നെ നമ്മൾ യുദ്ധത്തിന്റെ ആവശ്യങ്ങൾക്കും നമ്മുടെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥമായ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കാതിരുന്നു. അതുകൊണ്ട് എപ്പോഴും ജീവിതം ദുഃഖകരമായിട്ട് മാറി. ഇങ്ങനെ തത്വത്തിലല്ല പറഞ്ഞത്, കഥയിൽ പറയുമ്പോൾ ശ്രീകൃഷ്ണൻ കൂടി ഉണ്ടായി, ശ്രീകൃഷ്ണന്റെ മഹാത്മ്യം അറിയാതെ പോയതാണ് നിങ്ങൾക്കൊക്കെ പ്രശ്നമായത്. അപ്പം
ഈ ഭഗവാൻ കൂടെ ഉണ്ട് എന്നറിയുന്നത്. അപ്പം ഞാൻ ചെയ്തു, ഞാനാണ് അനുഭവിക്കുന്നത്, ഈ ഒരു ബോധത്തിലേക്ക് വീണു. കർത്തൃത്വ ഭോക്തൃത്വം പറയും. ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര സ്വരൂപത്തിനെ കുറിച്ച് നമുക്ക് ബോധിക്കാതെ പോയി. തത്വത്തിലൊക്കെ എല്ലാവർക്കും അറിയാം, ജീവനുണ്ട്, ജീവൻ ആത്മാവാണ് എന്നൊക്കെ അറിയാം. പക്ഷേ അതിനെക്കുറിച്ച് ബോധിക്കാതെ പോയി. അതിനെ നമ്മൾ എന്താ പറയുക, സാക്ഷാത്കരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷനിൽ പെട്ട് നമ്മൾ ജീവിക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് ഇപ്പം ഭീഷ്മർ എന്നിട്ട് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് യുധിഷ്ഠിരന്. അവിടെ ഭീഷ്മർ പറയുന്ന കുറേ വാക്കുകൾ എടുത്ത് പഠിക്കാനുണ്ട്. നമ്മൾ സാധാരണ ഒരു സപ്താഹത്തിനൊക്കെ വരുമ്പം അങ്ങനെ പാണ്ഡവർ ചെന്നു, ഭീഷ്മർ ഉപദേശിച്ചു. എന്തൊക്കെയാണ് ഉപദേശിച്ചത്? രാജധർമ്മം ഉപദേശിച്ചു കൊടുത്തു. രാജാവ് എങ്ങനെ ഭരിക്കണം, രാജാവിൻ്റെ ഉത്തരവാദിത്തം എന്താണ്, മന്ത്രിമണ്ഡലങ്ങൾ എങ്ങനെ വേണം, നികുതി എങ്ങനെ പിരിക്കണം, ശത്രുക്കൾ എങ്ങനെ നേരിടണം, ഇങ്ങനെ രാജധർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അതിൻ്റെ ശേഷം വർണ്ണാശ്രമങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. ചാതുർവർണ്ണ്യം എന്താണെന്നും എങ്ങനെ ജീവിക്കണമെന്നും, ഗൃഹസ്ഥാശ്രമം, സന്യാസം, വാനപ്രസ്ഥം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജ് അത് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ അറിവിൻ്റെയും ജീവിതത്തിൻ്റെയൊക്കെ ഓരോ സ്റ്റേജ്, വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. സ്ത്രീകളെ എങ്ങനെ സംരക്ഷിച്ചു നിർത്തണം, അവരെ സംരക്ഷിച്ചു നിർത്തണം, അവരെ ബഹുമാനിക്കണം, സ്ത്രീകളെ ബഹുമാനിക്കുന്നിടത്തേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഈ വക കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിന് ശേഷം മോക്ഷധർമ്മം ഉപദേശിച്ചു എന്നാണ്. അവിടെയാണ് യഥാർത്ഥ ഭക്തിയെക്കുറിച്ച് പറയുന്നതും പിന്നെ വിഷ്ണു സഹസ്രനാമം ഒക്കെ പറയുന്നത്. അപ്പം അത് മഹാഭാരതത്തിൽ വളരെ വിശദീകരിച്ച് ശാന്തി പർവ്വത്തിലും അനുശാസന പർവ്വത്തിലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭാഗവതത്തിൽ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ ഉപദേശം. പക്ഷെ ആ പറഞ്ഞതിനകത്ത് കുറച്ച് വാക്കുകൾ ഭീഷ്മർ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം അതെന്താണ് എന്നാണ് നോക്കേണ്ടത് ഇവിടെ. അപ്പം ഇന്ന് നമ്മൾ ഭീഷ്മ ഉപദേശം എന്ന ഒരു വിഷയത്തിലേക്കാണ് ഇന്നത്തെ ക്ലാസ് പോകുന്നത്. ഭീഷ്മ ഉപദേശത്തിൽ പ്രധാനമായിട്ടും ഭീഷ്മരുടെ ഭക്തിയാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് വിധത്തിലുള്ള ഭക്തിയാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ശ്രീകൃഷ്ണനോടൊപ്പം ശ്രീകൃഷ്ണന്റെ ആജ്ഞകൾ അനുസരിച്ച് ഭഗവാനോടൊപ്പം നടന്ന പാണ്ഡവരുടെ ഭക്തി. പാണ്ഡവർക്ക് അത് ഈശ്വരനോടുള്ള ഭക്തി പോലെയല്ല. ഭഗവാൻ ഞങ്ങളുടെ നേതാവാണ്, അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന ആളാണ് എന്നൊക്കെ വിധത്തിലുള്ള ഞങ്ങളുടെ രക്ഷകനാണ്. അതാണ് പാണ്ഡവരുടെ ഭാവം. എപ്പോഴും കൂടെ ഉണ്ടെങ്കിലും ഈശ്വര തത്വത്തിന് ബോധിക്കാത്തവരാണ്. ഭീഷ്മരാണെങ്കിലോ, ഭീഷ്മരുടെ ഒരു കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ ഭീഷ്മർ നല്ല ഭക്തനാണ്, ജ്ഞാനിയാണ്. ഭഗവാന് എതിരായിട്ട് യുദ്ധം ചെയ്ത ആളാണ്. ഭീഷ്മർ യുദ്ധക്കളത്തിൽ ശ്രീകൃഷ്ണനുമായിട്ട് ഏറ്റുമുട്ടി. ശ്രീകൃഷ്ണൻ ആയുധം എടുക്കില്ല എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ശ്രീകൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനത്തെ ഭീഷ്മർ. അപ്പൊ ഈ രണ്ട് മനോഭാവങ്ങളെ നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഭഗവാൻ ഭീഷ്മരുടെ അടുത്ത് പോയിട്ട് ഉപദേശം തേടാൻ പറയുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അധർമ്മത്തിന്റെ ഭാഗത്താണല്ലോ ഭീഷ്മർ നിന്നത് എന്നുള്ളതാണ്. ഭീഷ്മർ ഒരിക്കലും അധർമ്മത്തിന്റെ ഭാഗത്തായിരുന്നില്ല. ഭീഷ്മരുടെ ശബദത്തിന്റെ ഭാഗത്തായിരുന്നു. ഹസ്തിനപുരത്തിനെ സംരക്ഷിച്ചു നിർത്താമെന്നുള്ള. അപ്പൊ ഹസ്തിനപുരത്തിനെ സംരക്ഷിച്ചു നിർത്തണമെങ്കിൽ ഹസ്തിനപുരത്തിന്റെ രാജാക്കന്മാരെ സംരക്ഷിച്ചു നിർത്തണം. കഷ്ടകാലത്തിന് അന്ന് അധർമ്മികളാണ് ഭരിക്കുന്നത്. പക്ഷെ ശബദത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഉറച്ചു നിന്നുപോയി. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. അല്ലാതെ അധർമ്മത്തിന്റെ ഭാഗത്തല്ല. ഞാൻ നേരിടുന്നത് ശ്രീകൃഷ്ണനെയാണ് എന്നുള്ളൊക്കെ വാക്കുകൾ വളരെ വ്യക്തമായിട്ട് ഭീഷ്മർ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ ഭഗവാനെ ചെന്ന് കാണുന്ന സമയം ഭഗവാനും ഈ പരിവാരങ്ങളെല്ലാവരും കൂടി ഭീഷ്മർ കിടക്കുകയാണല്ലോ ശരശയ്യയിൽ, അനങ്ങാൻ വയ്യാതെ കിടക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് ചെന്ന് കാണുകയാണ്. അപ്പൊ ഭഗവാനെ കണ്ടാലും നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയാലും ഇങ്ങനെ നമസ്കരിക്കണം, വേഗം പ്രണാമം ചെയ്യണം. ഭീഷ്മരാണ് അനങ്ങാൻ വയ്യാതെ കിടക്കുക. അപ്പം അവിടെ പറയുന്നത്, എഴുന്നേൽക്കാൻ കഴിയാത്തതായ ആ അവസ്ഥയ്ക്ക് ഉചിതമായ വിധത്തിൽ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും വന്ദിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്.
വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഭഗവാനെ വന്ദിച്ചു. വന്ദനം എന്നുള്ളത് ശാരീരികമായിട്ടുള്ളൊരു ക്രിയ ആവരുത്. മനസ്സുകൊണ്ടും വാചികവും മാനസികവുമായ തപസ്സിനെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആ വിധത്തിൽ വേണം ഭഗവാനെ വന്ദിക്കേണ്ടത്. ഇപ്പം നമുക്ക് ഭയങ്കരമല്ലേ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുന്നത്, ഇത്ര വട്ടം പ്രദക്ഷിണം ചെയ്യണം, ഇങ്ങനെ നമസ്കരിക്കണം, നീണ്ടു നിവർന്ന് നമസ്കരിക്കണം, കുമ്പിട്ട് നമസ്കരിക്കണം, ഇങ്ങനെയൊക്കെ അല്ല. നമ്മൾ ആചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. ഇങ്ങനത്തെ ആചാരങ്ങളെക്കുറിച്ചേ അല്ല ഇവിടെ പറയുന്നത്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഭഗവാനെ വന്ദിച്ചു എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. ഇത് നമുക്കുള്ളൊരു വലിയ ഉപദേശം. നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുമ്പം യഥാർത്ഥത്തിൽ ഈ വിധത്തിലുള്ളൊരു നമസ്കാരം നടക്കുന്നുണ്ടോ? നമസ്കാരം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സമർപ്പണമാണ്. എന്നിട്ട് മനസ്സുകൊണ്ട് പൂജിച്ചു എന്നാണ്. അതിന് പറയുന്ന വാക്കുകൾ, ശ്രീകൃഷ്ണന്റെ വൈഭവത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ഭീഷ്മർ ഹൃദയത്തിൽ ഇരിക്കുന്നവനാണെങ്കിലും കാരുണ്യം നിമിത്തം ശരീരത്തെ ബാഹ്യദൃഷ്ടിക്ക് വിഷയമാക്കി അരികെയിരിക്കുന്ന ജഗദീശ്വരനായ ശ്രീകൃഷ്ണനെ പൂജിച്ചു. വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വാക്ക്. നമ്മളുടെ മുന്നിലിരിക്കുന്ന ഗുരുരൂപം അല്ലെങ്കിൽ ഈശ്വര രൂപം എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഗുരുവിനെ കാണുമ്പോൾ, ഒരു ഈശ്വരനെ കാണുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനെയാണ് കാണുന്നത്. എൻ്റെ ആത്മാവെന്ന് നമ്മുടെ വ്യാവഹാരികമായ ഭാഷയിലാണ്. എൻ്റെ ആത്മാവ് നിൻ്റെ ആത്മാവ് എന്നൊരു അങ്ങനെ വേറെ വേറെ ആത്മാവില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിലിരിക്കുന്ന ആത്മാവാണ് എൻ്റെ മുന്നിൽ രൂപത്തിൽ വന്നിരിക്കുന്നത്. ഒരു ഗുരുവിൻ്റെ മുന്നിൽ പോകുമ്പോൾ നമുക്ക് തോന്നണ്ടാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ യഥാർത്ഥ രൂപമാണ് ഗുരുവായിട്ട് മുന്നിലിരിക്കുന്നത്. ഈ ഒരു ഭാവത്തിലാണ് ഭീഷ്മര് ശ്രീകൃഷ്ണനെ കാണുന്നത്. അതിനെന്താ കാരണം? കാരുണ്യം. ഒന്ന് ആലോചിച്ച് നോക്കണം. യുദ്ധസമയത്ത് ഭീഷ്മരുടെ ശരം തടുക്കാൻ പറ്റാതെ ഭഗവാന്റെ പടച്ചട്ടയെല്ലാം കീറി മുറിഞ്ഞ് മേലൊക്കെ രക്തം ഒലിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഭഗവാൻ, മുറി പറ്റിയ ആൾ. എന്നിട്ടും ഈ കാരുണ്യത്തോടു കൂടി, അതാണ് ഭക്തിയുടെ പവർ. ഉള്ളിലെ ആ സ്വരൂപം, ആത്മസ്വരൂപം ബാഹ്യദൃഷ്ടിക്ക് വിഷയമാവുന്ന വിധത്തിൽ വന്നു അവിടെ ഇരുന്നു എന്നുള്ളത്. അത്രയും വലിയ ഭക്തനാണ് ഭീഷ്മര്. ഇവിടെ നിന്നുകൊണ്ടാണ് ഭീഷ്മര് ഈ ഒരു ഭക്തിഭാവത്തിൽ ഭഗവാനെ വന്ദിച്ചതിന് ശേഷമാണ് യുധിഷ്ഠിരോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. യുധിഷ്ഠിരൻ മുന്നിൽ നിൽക്കുന്നു, ബാക്കി ആൾക്കാർ പിന്നിൽ നിൽക്കുന്നു. ആ വിധത്തിൽ വേണം മനസ്സിലാക്കാൻ. സംസാരിക്കുന്ന യുധിഷ്ഠിരനോടാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രാഹ്മണർ ധർമ്മം അച്യുതൻ. അച്യുതൻ പറഞ്ഞാൽ ഭഗവാൻ. ഒരിക്കലും ച്യുതി സംഭവിക്കാത്തവനാണ് അച്യുതൻ, തെറ്റുകൾ സംഭവിക്കാത്തവൻ ബ്രഹ്മന്തൻ. ഇവരിൽ ആരെങ്കിലും ഒരാളെ ആശ്രയിച്ചാൽ തന്നെ ക്ലേശ നിവൃത്തി ഉണ്ടാകും. നിങ്ങൾ ഇവരെ മൂന്നാളെയും ആശ്രയിച്ചിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് ഇത്രയും വലിയ കഷ്ടങ്ങളും ദുഃഖങ്ങളും വന്നല്ലോ. അതെന്തൊരു ദുഃഖകരമായ അവസ്ഥയാണ്. നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടായിട്ടും, എല്ലാവരെയും ആദരിക്കേണ്ടവരെ ആദരിച്ചിട്ടും എന്തുകൊണ്ടാണ് ദുഃഖങ്ങൾ ഉണ്ടായത്? നമ്മളോടുള്ള ചോദ്യമാണ്. എല്ലാവരും പറഞ്ഞു, ഞാൻ എത്ര പ്രാവശ്യം അമ്പലത്തിൽ പോകുന്നു, എത്ര പ്രാവശ്യം ഞാൻ ശബരിമലയ്ക്ക് പോകുന്നു, എനിക്കൊന്നും പ്രശ്നങ്ങളാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു ഇതിൻ്റെ ഉത്തരം നമ്മളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരമാണത്. ഇവിടെ ദുഃഖം എന്നതിന് ഒരു പുതിയ വ്യാഖ്യാനം പറയുന്നുണ്ട് ഭീഷ്മർ. വളരെ ഗംഭീരമായിട്ടൊരു വ്യാഖ്യാനം. ഇതൊക്കെ കാലത്തിന്റെ നിശ്ചയമാണ്. കാലത്തിന്റെ നിശ്ചയം എന്ന് പറഞ്ഞാൽ അവിടെ ഈശ്വരേച്ഛ, ഈശ്വരകൃതം, കാലകൃതം എന്ന വാക്കൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, ഈശ്വര സങ്കല്പത്തിനെ ആർക്കും അറിയാൻ പറ്റില്ല. ഈ ഓരോ അനുഭവവും വരുന്നത് ഈശ്വര സങ്കല്പം കൊണ്ടാണ്. ക്ലേശം കാര്യമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കർമ്മം കാരണമാണ്. അപ്പോൾ കാര്യകാരണ സിദ്ധാന്ത പ്രകാരം ദുഃഖം എന്ന ഒരു അനുഭവത്തിനെ വളരെ വ്യക്തമായിട്ട് അവിടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യകാരണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു ഉണ്ടെന്ന് വയ്ക്കും. ഒരു ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും കാര്യം. ഒരു സ്വർണ്ണാഭരണം ഉണ്ടെങ്കിൽ ആ ആഭരണം കാര്യവും സ്വർണം
കാരണവുമാണ്. കാരണമാണ് കാര്യമായിട്ട് മാറുക. കാര്യത്തിൽ നിന്നും കാരണത്തിനെ മാറ്റിയ പിന്നെ ആ കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ സ്വർണ്ണാഭരണത്തിൽ നിന്ന് സ്വർണത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ ആ ആഭരണം ഉണ്ടാവില്ല. ഒരു മൺകുടത്തിൽ നിന്ന് മണ്ണിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുടം ഉണ്ടാവില്ല. അപ്പം കുടം കാര്യവും മണ്ണ് കാരണവുമാണ്. ഇവിടെ ദുഃഖം കാരണമാണ് എന്നാ പറയുന്നത്. കർമ്മങ്ങളാണ് കാരണം. നമ്മളടക്കം നമ്മളുടെ എല്ലാം ഈ രൂപത്തിന് കാരണം, എല്ലാവിധ രൂപത്തിന് കാരണവും അവനവൻ്റെ കർമ്മങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെയാണ് എൻ്റെ ദുഃഖമായിട്ട് കാണുന്നത്. ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. ഈ വിധത്തിൽ വേണം മനസ്സിലാക്കാൻ. ഇനി ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആത്മാവ്. അപ്പോൾ ആത്മാവിൻ്റെ ദുഃഖരൂപം, അത് ദുഃഖമാണോ എന്ന് ചോദിച്ചാൽ അത് സുഖമോ ദുഃഖമോ അല്ല, ഒരു അനുഭവം മാത്രമാണ്. ഈ അനുഭവത്തിനെ നമ്മൾ നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ ആ ഒരു പോയിന്റിൽ നിന്ന് നോക്കുമ്പോഴേ സുഖം ദുഃഖം എന്നത് വരുള്ളൂ. ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. അപ്പോൾ ഈ അഹങ്കാരം എന്നൊരു തലത്തിൽ നിന്ന് നോക്കുമ്പോഴേ ഒരു അനുഭവത്തിനെ ഇഷ്ടാനിഷ്ടങ്ങളെന്നോ സുഖദുഃഖങ്ങളെന്നോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ അനലൈസ് ചെയ്തെടുക്കുന്നത്. അതല്ലെങ്കിൽ ഒരു അനുഭവമായിട്ടാണ്ട് കടന്നു പോകും. ഈ തലത്തിൽ ദുഃഖത്തിന് ഒന്ന് വിശദീകരിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു വക ആവശ്യങ്ങളൊക്കെ എന്താ പറയുക, അവസരങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ഞാൻ എന്നെ തന്നെയാണ് ഈ ഒരു അവസരമായിട്ട് കാണുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ അഹങ്കാരത്തിൻ്റെ തലത്തുനിന്നേ അങ്ങോട്ട് മാറുകയാണ്. ആ ഒരു പരിധിയിൽ നിന്ന് നമ്മളങ്ങോട്ട് വികസിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത്. ക്ലേശമായി അനുഭവിക്കുന്നതെല്ലാം ഈശ്വരേച്ഛ. ഈശ്വരേച്ഛ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ദുഃഖം തരാം, നിങ്ങൾക്ക് സുഖം തരാം എന്നൊക്കെ അങ്ങനെ പറയും. അങ്ങനെയാണെങ്കിൽ ഭഗവാന് ചിലരോട് ഇഷ്ടമുണ്ടായി ചിലരോട് ഇഷ്ടമല്ല. ഇപ്പം അല്ല, അങ്ങനെയല്ല പറയാം. അൺകണ്ടീഷണൽ ലവ് എന്നുള്ള സ്ഥിതി ഉണ്ടല്ലോ, നിരുപാധിക പ്രേമം ഈശ്വരൻ. ആ തലത്തുനിന്ന് വിട്ടുപോകും. അപ്പോൾ ഈശ്വരൻ അല്ലാതെയോ? പക്ഷെ പലയിടത്തും ഈശ്വരകൃതം എന്ന് പറയുന്നുണ്ട്. ഈശ്വരൻ ചെയ്തു. എന്താണ് ഈശ്വരൻ? ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളുടെ കർമ്മവാസനകളുടെ ആകത്തുക, സമഷ്ടി കർമ്മങ്ങളാണ് ഇവിടെ നമ്മൾ സൃഷ്ടിയായിട്ട് അനുഭവിക്കുന്നത്. ഇതാണ് അതിൻ്റെ വേദാന്ത ഭാഷ. സൃഷ്ടിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വ്യക്തിപരമായ തലത്തിൽ നോക്കുമ്പോൾ 3 വിധത്തിലാണ്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളിൽ അവസ്ഥാത്രയങ്ങളിലൂടെ കടന്നു പോകും. ഈ ഓരോ അവസ്ഥയിലും നമ്മൾക്ക് ഓരോ ശരീരമുണ്ട്. ജാഗ്രത അവസ്ഥയിൽ നമുക്ക് സ്ഥൂല ശരീരം, ഈ കാണുന്ന ശരീരം. സ്വപ്ന അവസ്ഥയിൽ സൂക്ഷ്മ ശരീരം. പിന്നെ സുഷുപ്തി അവസ്ഥയിൽ കാരണ ശരീരം. ഇതാണ് നമ്മളുടെ വ്യക്തിപരമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. ഇത് തന്നെ സമഷ്ടി തലത്തിലേക്ക് പോകുമ്പോൾ, എല്ലാം കൂടി ചേർന്ന് സമഷ്ടിയിലേക്ക് പോകുമ്പോൾ ഇതിനെ സമഷ്ടി ജാഗ്രത അവസ്ഥ വരുമ്പോൾ, സമഷ്ടിയുടെ സ്ഥൂല രൂപത്തിൽ സ്ഥൂല ശരീരം വരുമ്പോൾ അതിനെ നമ്മൾ വിരാട് എന്ന് പറയും. സമഷ്ടിയുടെ സ്വപ്ന ശരീരത്തിലേക്ക് പോകുമ്പോൾ, സൂക്ഷ്മത്തിലേക്ക് പോകുമ്പോൾ ഹിരണ്യഗർഭൻ എന്ന് പറയും. സമഷ്ടി കാരണ ശരീരത്തിലിരിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഈശ്വരൻ. അപ്പൊ ഈ സമഷ്ടി കാരണ ദേഹത്തിലാണ് കർമ്മവാസനകളെല്ലാം വന്ന് ലയിച്ചിരിക്കുന്നത്. നമ്മൾ നല്ല ഉറക്കത്തിലാണ് നമ്മളെ കർമ്മവാസനകളൊക്കെ ലയിച്ചിരിക്കുന്നത്. ഉണരുന്ന സമയത്ത് വീണ്ടും കർമ്മവാസനകൾ ഒരു ലോകത്തിനെ സൃഷ്ടിക്കും, വീണ്ടും അത് തിരിച്ചു വരും. ഇത് നമ്മളുടെ നിത്യജീവിതം. അതുപോലെ ഈശ്വരനിലെ കർമ്മവാസനകൾ പ്രകടമാവുന്നു, ഹിരണ്യഗർഭനായി വിരാടായിട്ടും മാറും, തിരിച്ചു വരും. അപ്പൊ ഈ കർമ്മവാസനകൾ പ്രകടമാവുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. അവിടെ ഇഷ്ടാനിഷ്ടങ്ങളോ എനിക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണോ പലതാണോ ഇതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല. അതങ്ങനെ സംഭവിച്ചേ പറ്റൂ. അപ്പൊ ഈശ്വരേച്ഛ എന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമമായി, പ്രകൃതി അനുസാരിയായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കില്ല. അല്ലാതെ നമുക്ക് ഈശ്വരനോട് ദേഷ്യം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈശ്വര സങ്കല്പം കർമ്മഫലങ്ങളുടെ ആകത്തുക എന്ന് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ മാത്രമല്ല, പലരുടെയും കർമ്മങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴേ അത് ഈശ്വര സങ്കല്പമാവുള്ളൂ. ഒരാളുടെ മാത്രം പറ്റില്ല. അത് ഈശ്വര സങ്കല്പത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി, ഒരാൾ മരിച്ചു. ഇപ്പം കണ്ടില്ലേ,
ഈയിടെ ഒരു വലിയ പ്ലെയിൻ ആക്സിഡന്റ് ഉണ്ടായില്ല, അഹമ്മദാബാദിൽ പ്ലെയിൻ 200 ആൾക്കാരോളം മരിച്ചു ഒരുമിച്ച്. അപ്പോൾ അതിൽ ചിലർക്ക് ദൈവത്തിനോട് ദേഷ്യം, അല്ലെങ്കിൽ അല്ല ദൈവത്തിന് ചിലരോട് ദേഷ്യം, ചിലരോട് അനുകൂല ഭാവം, അങ്ങനെയൊന്നുമില്ല. ഒരു സമഷ്ടി സങ്കല്പം അവിടെ സംഭവിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവിടെ എത്തിച്ചേരേണ്ടവരൊക്കെ അവിടെ എത്തിച്ചേർന്നു. അതങ്ങനെ ഉണ്ടായി. ഇതിന് മാത്രമേ അവിടെ ഉത്തരവുള്ളൂ. പലതും ഇങ്ങനെയൊക്കെ വിളിച്ചു പറയും. എന്തേ അപകടം ഉണ്ടാകുമ്പോൾ ദൈവം എന്നെ രക്ഷിച്ചു എന്ന് പറയും. അപ്പം നമ്മൾ പറയാതെ പറയുന്നതാണ് ദൈവം അവരെ ശിക്ഷിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഭഗവാൻ എപ്പോഴും പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയാ, ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല. ഓരോരുത്തരും അവനവന്റെ കർമ്മമാണ് ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നത്. ഭഗവാൻ ന്യൂട്രലാണ്. ഭഗവാൻ ഒരു ശക്തിയല്ലേ, ന്യൂട്രലാണ്. അപ്പൊ ഈ വാക്കുകളൊക്കെ വളരെ ഇതിനകത്ത് എന്താ പറയുക, ഭീഷ്മരുടെ വാക്കുകളിൽ ഈ തത്വങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ദുഃഖത്തിന്റെ വ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കാര്യകാരണ സിദ്ധാന്തത്തിലൂടെ ദുഃഖം സുഖം എന്നതിനെ നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ കർമ്മം തന്നെ പുതിയ രൂപത്തിൽ വന്നിരിക്കാം. ഞാൻ എന്നത് തന്നെ എൻ്റെ കർമ്മമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. ഇത് നമുക്ക് എപ്പോഴും ഓർമ്മ വരണം. ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ പഠനം എന്ന് പറയുന്നത് മുഴുവൻ ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. ദുഃഖ നിവൃത്തി എപ്പോഴാണ് ഉണ്ടാവുക? അഹങ്കാരം ഇല്ലാണ്ടാകുമ്പോഴുള്ളൂ. അഹങ്കാരം ഉള്ളിടത്തോളം കാലം ദുഃഖമുണ്ട്. അപ്പോൾ വെറുതെ വായിച്ചത് കൊണ്ടോ പല പ്രാവശ്യം വായിച്ചത് കൊണ്ടോ കാര്യമില്ല. ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് മതി. അത് ബോധിച്ചവിടെ ഇരിക്കണം. അതിന്റെ ശേഷം ഭീഷ്മർ പറയുന്നു, പാണ്ഡവരുടെ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ഭഗവാൻ കൂടെയുണ്ട്. നിങ്ങൾ രാജാവായിരിക്കുന്ന ധർമ്മജന്റെ അംശത്തിൽ നിന്നുണ്ടായ ധർമ്മപുത്രർ, ഭീമൻ, അർജുനൻ, ഇങ്ങനെ നിങ്ങളൊക്കെ വലിയ കേമന്മാര് ആയിട്ടിരിക്കണം. ഭഗവാൻ കൂടെ ഇരിക്കണം. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ കാലകൃതം എന്ന് പറഞ്ഞു. കാലത്തിന്റെ സങ്കല്പം. കാലം എന്നത് ശക്തി, നമ്മൾ ടൈം എന്ന് പറയുന്നതല്ല. അനുഭവങ്ങളെ അനുഭവിപ്പിക്കുന്നത്, ഇല്ലെങ്കിൽ പരിണാമത്തിന് വിധേയമാക്കുന്ന ശക്തി, ഇതിനൊക്കെയാണ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പരിണാമത്തിന്റെ ഭാഗമാണ്. എങ്ങോട്ടായി പരിണാമം ഉണ്ടാവുന്നത്? ദുഃഖകരമായ അവസ്ഥയിൽ നിന്നും ആനന്ദം എന്ന അവസ്ഥയിലേക്ക് മാറണം. നമ്മളെല്ലാവരും ആ യാത്രയിലാണ് ഉള്ളത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ, ബാഹ്യമായ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ കഴിവ്, ഇപ്പോൾ പാണ്ഡവരുടെ കയ്യിൽ ആയുധങ്ങളെക്കുറിച്ചും അവരുടെ പ്രത്യേകമായിട്ടുള്ള സ്കില്ല്, നൈപുണ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഗദായുദ്ധത്തിൽ കേമനാണ്, അസ്ത്രപ്രയോഗത്തിൽ കേമനാണ് എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മനുഷ്യന്റെ കഴിവുകളും ഇതൊക്കെ ഉണ്ടെങ്കിലും, എല്ലാത്തിനും ജയിക്കാനുള്ള കഴിവുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ക്ലേശം വന്നു ചേരുന്നത് അത് ഒരു പരിണാമത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബാഹ്യമായ ദൃഷ്ടിക്കൂടെ കാണാതെ വരുമ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പിക്കാം അത് അദൃശ്യമായ വിധത്തിൽ ഈശ്വരേച്ഛയാണ്. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കർമ്മങ്ങൾ തന്നെയാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് പുറത്തു വരുമ്പോഴേ നമ്മൾ തന്നെ അറിയുന്നുള്ളൂ. അതുകൊണ്ട് അതിന് സാക്ഷിയായിട്ട്, കർമ്മത്തിനും സാക്ഷിയായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം കർമ്മങ്ങൾ ഗഹനമാണെന്നാണ് പറയുക. ഗഹനം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ആർക്കും നിർവചിക്കാൻ പറ്റില്ല. ഇത് ഭീഷ്മരുടെ തന്നെ വാക്കാണ്. കർമ്മത്തിന്റെ ഗതി ആർക്കും പറയാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അത് തൽക്കാലം ഭീഷ്മർ ഈ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ഇങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു രക്ഷപ്പെട്ടു എന്നൊക്കെ പലരും പറയുന്നത് അവർക്ക് ഇങ്ങനെ താത്വികമായിട്ട് ചിന്തിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ മനുഷ്യർ ഇത്ര ആഴത്തിലൊന്നും ചിന്തിക്കാതെ പോകുന്നത്, നമുക്ക് ആ കൂടി ചെയ്യാൻ പറ്റുന്ന കുന്തി ഭാവത്തിലേക്ക് മാറുക എന്നുള്ള. സുഖമായാലും ദുഃഖമായാലും ഈശ്വരനാണ്. ഈശ്വരൻ എന്നൊരു അടിസ്ഥാനത്തിലെ അനുഭവങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. ഈ അനുഭവത്തിന് ഞാൻ എൻ്റെ അഹങ്കാരത്തിൻ്റെ തലത്തിൽ നിന്ന് നിർവചിക്കുമ്പം അത് സുഖമായോ ദുഃഖമായോ ഒക്കെ തോന്നും. അതെൻ്റെ അറിവില്ലായ്മയാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമാണ് ഞാൻ അന്വേഷിക്കേണ്ടത് എന്ന തലത്തിലേക്ക് നമ്മളുടെ അറിവിനെ മാറ്റണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പരിണാമം എന്ന് പറയുന്നത്. ഈ അറിവ് മാറുമ്പോഴേ നമ്മൾ അജ്ഞാനം മാറി ആത്മബോധത്തിലേക്ക് ഉയരുള്ളൂ. ഇതിനുള്ള കഴിവ് നമുക്കുണ്ട്. കാരണം നമ്മളെല്ലാവരും ഭീഷ്മരാണ്. അത് കാരണം
അപ്പൊ ഇനി മുന്നോട്ട് ഭീഷ്മർ എന്നൊരു പ്രതീകത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇതാണ് മനസ്സിലാവും, ഞാൻ തന്നെയാണല്ലോ ഭീഷ്മരായിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് അന്നേരം മനസ്സിലാവുള്ളൂ. ഈ ദുഃഖം കാര്യമാണ്, കർമ്മം കാരണമാണ് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഈ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഉണ്ട്. സുഖദുഃഖേ സമയ കൃത്വ ലാഭാലാഭോ ജയാജയോ തസ്മാ യുദ്ധായുജ്യസ നൈവം പാപം അവാപ്സിസി എന്ന് പറഞ്ഞ കർമ്മയോഗത്തിന്റെ മർമ്മം ആണ്. സുഖമായാലും ദുഃഖമായാലും ലാഭവും നഷ്ടം ഇതിനൊക്കെ സമമായി കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യണം, കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മുടെ അനുഭവ മണ്ഡലങ്ങൾ മാറി മാറി വരുമ്പോൾ അതൊക്കെ ഈ സമയത്ത് ഇപ്പോൾ എനിക്ക് ആവശ്യമായതാണ്, ഭഗവത് പ്രസാദമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രസാദ ബുദ്ധിയോടുകൂടി തന്നെ വേണം അനുഭവങ്ങളെ സ്വീകരിക്കാൻ. അപ്പൊ നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ സാധാരണ രീതിയിൽ എങ്ങനെയാണല്ലോ, അപ്പൊ നമ്മൾ സപ്താഹത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ കുറേ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടാവും, കുറച്ചൊക്കെ മനസ്സിലാവും. എന്നിട്ട് എന്ത് പറയും, ഈ പാണ്ഡവരും ശ്രീകൃഷ്ണനും എല്ലാം കൂടി പോയിട്ട് ഭീഷ്മരെ കാണാൻ പോയി, ഭീഷ്മർ അന്നേരം ധർമ്മം ഉപദേശിച്ചു കൊടുത്തു, അപ്പോൾ ഭീഷ്മർ ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയും. അപ്പൊ എന്താണ് ഈ ഉപദേശം എന്ന് പറഞ്ഞത്? ഉപദേശം കൃത്യമായിട്ട് പറഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ, നമ്മൾ പ്രാവർത്തികമാക്കണം ജീവിതത്തിൽ. ഇത് വെറുതെ കേട്ടിട്ടൊരു കാര്യമില്ലല്ലോ. ഇങ്ങനെ ഇതിനെ ഈ ജീവിത അനുഭവങ്ങളെ മനഃശാസ്ത്രപരമായിട്ടൊന്ന് സമീപിക്കുമ്പോഴേ നമുക്ക് ഈ വക കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ അനുഭവങ്ങളെ ഏത് തലത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ, ഞാൻ എൻ്റെ തലം മാറ്റിക്കഴിഞ്ഞാൽ, എൻ്റെ അറിവിൻ്റെ തലം മാറുമ്പോൾ എൻ്റെ അനുഭവങ്ങളെ ഞാൻ കാണുന്നത് മാറുന്നുണ്ടോ? ഒരു വലിയ മലയുടെ മുകളിലേക്ക്, കൊടുമുടിയുടെ മുകളിലേക്ക് കയറുന്നത് പോലെയാണ്. നമ്മളൊരു 5-6 ക്യാമ്പ് ഉണ്ടെന്ന് വിചാരിക്കാം, ഇല്ല അങ്ങനെയാണല്ലോ. ആദ്യം ഒരു ബേസ് ക്യാമ്പ് ഉണ്ടാവും, പിന്നെ ഫസ്റ്റ് ക്യാമ്പ്, സെക്കൻഡ് ക്യാമ്പ്, അങ്ങനെയാണ് കൊടുമുടികളൊക്കെ കയറി പോവുക. അപ്പോൾ ഏറ്റവും താഴത്തെ തലത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ഭൂമി അത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ചെറിയൊരു ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഒരു സീൻ മാത്രമേ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഫസ്റ്റ് ക്യാമ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുറച്ച് ഉയരത്തു നിന്നാണ് നമ്മൾ പിന്നെ ഭൂമിയെ കാണുന്നത്. അപ്പോൾ ആ താഴെ കണ്ട ഭൂമിയെയാണ് നമ്മൾ കാണുന്നതെങ്കിലും കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി വിസ്തൃതമായിട്ട് കാണും. താഴെ നിന്ന് കാണാത്ത പലതും മുകളിൽ നിന്ന് കാണാൻ തുടങ്ങും. സെക്കൻഡ് ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഇതേ ഭൂമിയെ തന്നെയാണ് കാണുന്നതെങ്കിലും കുറേയും കൂടി വ്യത്യാസമായിട്ട്, കുറേയും കൂടി പരപ്പിലാണ് കാണുന്നത്. ഇങ്ങനെ ഓരോ ക്യാമ്പിലും കയറി ഏറ്റവും മുകളിലെത്തുമ്പോൾ അപ്പോഴാണ് 4 പുറം കാണുന്നത്. അപ്പോഴേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുള്ളൂ, ഞാൻ ആദ്യമൊക്കെ കണ്ടത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഈ ആത്മീയമായ മാർഗത്തിലുള്ള പുരോഗതി. ഓരോ ദിവസവും നമ്മൾ ഓരോ ക്യാമ്പിലേക്ക് മാറുന്നത് പോലെ ആ കാഴ്ചപ്പാട് മാറുമ്പോഴാണ് ഞാൻ കണ്ടതല്ല ശരിക്കുള്ളത്, ഇനി എനിക്ക് കാണാൻ ബാക്കിയാണ്. അപ്പോൾ ഈ തലത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതായിരിക്കില്ല അടുത്ത തലത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഭീഷ്മരുടെ വാക്കുകളിൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി മുന്നോട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് മുഴുവനായിട്ടില്ല, ഭീഷ്മരുടെ ഉപദേശം മുഴുവനായിട്ടില്ല. ഇനി മുന്നോട്ടുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം.